ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ എന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുയഥൈരയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവിൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയിക്കും. അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയനക്ഷത്രവും കൊടുക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിലെ 4-ാമത്തെ സഭയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. തുയഥൈരയിലെ സഭ. ഈ 7 സഭകളിൽ മിക്കതും ഇന്നത്തെ നിലയിൽ ടർക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തുയഥൈര സഭ സ്ഥിതി ചെയ്യുന്നത് അക്കിസ്താർ എന്ന് പറയുന്ന ടർക്കിയുടെ ഒരു പ്രദേശത്താണ്. ഈ സഭയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ സഭയെക്കുറിച്ച് യേശു കർത്താവ് യോഹന്നാൻ ശ്ലീഹായിൽ കൂടെ പറയുന്നത് 1 കമൻഡേഷൻ, 2 കണ്ടംനേഷൻ, ക്രിറ്റിസിസം, 4 പ്രോമിസ് ഓഫ് വിക്ടറി. ഇങ്ങനെയാണ് ഈ സഭയുടെ കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, വീണ്ടും ഞങ്ങൾക്ക് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ദൈവവചനം ശ്രവിക്കുവാൻ തക്കവണ്ണം നൽകിയ വിലയേറിയ അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വചനം ശക്തിയേറിയത്, ആത്മാവിനെയും സന്ധിമജ്ജകളെയും തുളച്ചു ചെല്ലുന്നത്. ആ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ രൂപാന്തരം ചെയ്ത് അതിനനുസരിച്ച് ജീവിപ്പാൻ തക്കവണ്ണം നീ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. ഈ സഭയുടെ ബാക്ക്ഗ്രൗണ്ട് ചിന്തിച്ചാൽ ഒരു വലിയ ട്രേഡ് സെന്റർ ആയിരുന്നു ഈ സഭ, ഈ സ്ഥലം. ചായങ്ങൾ വിൽക്കുന്നത്, തുകൽ വ്യവസായം, ഓട്ടുപാത്ര നിർമ്മാണം, രക്താംബരം ചായം മുതലായവയ്ക്കൊക്കെ കീർത്തി കേട്ട സ്ഥലമായിരുന്നു ഈ തുയഥൈര എന്ന് പറയുന്ന സ്ഥലം. അതുപോലെ തന്നെ അവിടെ സൂര്യദേവന്റെ ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നു. ടെമ്പിൾ ഓഫ് ടെറിംനോസ് എന്നാണ് അത് പറയുന്നത്. സൂര്യദേവനെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു. ഈ സഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോൾ സഭയ്ക്ക് ദൂത് കൊടുക്കുന്ന മശിഹായെക്കുറിച്ച് പറയുന്ന ഒരു വിശേഷണമുണ്ട് ഇതിൻ്റെ പ്രാരംഭ വാക്യങ്ങളിൽ. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, അവൻ്റെ കണ്ണിനൊന്നും മറഞ്ഞിരിക്കുന്നില്ല, എല്ലാം അവൻ്റെ കണ്ണിൻ്റെ വ്യക്തമായി കാണാവുന്നതാണ്. വെള്ളോട്ടിന് സദൃശമായ കാലുള്ളവൻ, അവൻ്റെ പാദങ്ങൾ വളരെ വിശേഷതയേറിയതാണ്. 1-ാം അധ്യായത്തിൽ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആ ഭാഗം തന്നെയാണ് വീണ്ടും ഇവിടെ ആവർത്തിച്ചിരിക്കുന്നത്. ഇവിടെ സഭയെ പ്രശംസിക്കുന്നതായിട്ടുള്ള ചില സൂചനകളുണ്ട്. കമൻഡേഷൻ, നിങ്ങളുടെ പ്രവൃത്തി നന്നായിരുന്നു, നല്ല പ്രവൃത്തി.
കർത്താവ് തന്റെ പർവ്വത പ്രസംഗത്തിൽ പറഞ്ഞു, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. അതുപോലെ തന്നെ ക്രിസ്തീയ സഭയെക്കുറിച്ചും വിശ്വാസികളെക്കുറിച്ചും കർത്താവ് പറയുന്ന 2 പ്രധാനപ്പെട്ട ഉപമകളുണ്ട്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകും, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകും. ഉപ്പ് പോലെയും വെളിച്ചം പോലെയും ജീവിതത്തിൽ മറ്റുള്ളവർക്ക് രസം പകരുന്ന അനുഭവമായി തീരുവാനായിട്ടാണ് സഭയെ ഇന്ന് വിളിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹം, മറ്റുള്ളവരോടുള്ള സ്നേഹം, സഭയിലും സഭയ്ക്ക് വെളിയിലും ഉള്ളവരോടുള്ള സ്നേഹം കർത്താവ് ആഗ്രഹിക്കും. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നവരായിരിക്കും. ശുശ്രൂഷ മനോഭാവം കർത്താവിൻ്റെ ശുശ്രൂഷ മനോഭാവമാണ്. കർത്താവ് തന്നെ അരുളി ചെയ്തു, ഞാൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത് എന്ന് പറഞ്ഞു. വിശ്വാസം, വാക്കിലും പ്രവൃത്തിയിലും വിശ്വാസം പ്രകടമാകണം. യാക്കോബ് ശ്ലീഹ പറയുന്നു, നിങ്ങൾ വിശ്വാസമുണ്ടെന്ന് പറയുകയും അത് പ്രവൃത്തിയിൽ ഇല്ലാതിരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ വിശ്വാസം കപട വിശ്വാസമാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും വിശ്വസിക്കുന്നതും എല്ലാം പൊരുത്തപ്പെട്ടു പോകുന്നതാണ് യഥാർത്ഥമായ വിശ്വാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സഹിഷ്ണുത, പീഡനത്തിൻ്റെയും കഷ്ടതയുടെയും നടുവിൽ ആയിരിക്കുന്ന ഒരു സഭ സഹിഷ്ണുതയോടുകൂടെ ജീവിക്കുന്ന, സഹനത്തിൻ്റെ മനോഭാവം പ്രകടിപ്പിക്കുന്ന ഒരു സഭയായി തീരണമെന്നാണ് സഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയിൽ ദിനംതോറും വർദ്ധിച്ചു വരണമെന്ന് പറയുന്നുണ്ട്. തുയഥൈര പട്ടണത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അധ്യായത്തിൽ തുയഥൈര പട്ടണക്കാരിയായിരുന്ന ലുദിയ എന്ന് പറയുന്ന സ്ത്രീ ദൈവഭക്തയായ സ്ത്രീയായിരുന്നു. അവൾ ബിസിനസ് സംബന്ധമായി വ്യവസായത്തിന് വേണ്ടി രക്താംബരം വിൽക്കുന്നതിന് വേണ്ടിയാണ് തുയഥൈര പട്ടണത്തിൽ നിന്ന് അത് ഉണ്ടാക്കി ഫിലിപ്പിയ പ്രദേശത്ത് മാസിഡോണിയയിൽ, റോമൻ കോളനിയായ മാസിഡോണിയയിൽ അത് വിൽപ്പന നടത്തുന്നതിനായിട്ട് പോയതായിട്ടുള്ളൊരു വ്യവസായ സ്ത്രീ ആയിരുന്നു ലുദിയ എന്ന് പറയുന്ന സ്ത്രീ. ആ സ്ത്രീയെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസും ശീലാസും ദൈവത്തിൻ്റെ വെളിപ്പാടനുസരിച്ച് ഫിലിപ്പിയ പട്ടണത്തിൽ അല്ലെങ്കിൽ മാസിഡോണിയയിൽ സുവിശേഷം പ്രസംഗിപ്പാനായിട്ട് പോയപ്പോൾ ആദ്യമായി സുവിശേഷം കേട്ടത് ലുദിയ എന്ന് പറയുന്ന തുയഥൈര പട്ടണക്കാരിയായ സ്ത്രീ ആയിരുന്നു. അവിടെ പൗലോസും ശീലാസും കൂടെ അവിടെ ആരാധനാ സ്ഥലം തേടിച്ചെന്ന് പോയപ്പോൾ പുഴവക്കത്ത് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീ സമൂഹത്തെ കണ്ടുപിടിച്ചു. അവരോട് സുവിശേഷം പ്രസംഗിച്ചു. ആ സുവിശേഷം കേട്ടതിൻ്റെ ഫലമായി ലുദിയ എന്ന് പറയുന്ന ആ സ്ത്രീയെ കർത്താവിനെ സ്വീകരിച്ചതായിട്ട് നമ്മളവിടെ വായിക്കുന്നുണ്ട്. സുവിശേഷത്തിനായിട്ട് അവളുടെ ഹൃദയം കർത്താവ് തുറന്നു. അവൾ കർത്താവിനെ സ്വീകരിച്ചു, കർത്താവിനെ അംഗീകരിച്ചു, കർത്താവിൽ വിശ്വസിച്ചു. ആതിഥ്യത്തിനായി അവളുടെ ഭവനം ഇതാ തുറന്നു കൊടുക്കും. അവൾ പറയുകയാണ്, നിങ്ങൾ കർത്താവിൽ എന്നെ വിശ്വസ്തയെന്ന് കണ്ടിരിക്കുന്നു എങ്കിൽ എൻ്റെ ഭവനത്തിൽ വന്ന് വിശ്രമിപ്പാനായിട്ട് പറയും. അതുപോലെ തന്നെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി അവളുടെ കരങ്ങൾ തുറന്നു കൊടുത്തു. അവളുടെ ഭവനത്തിൽ ഒരു ഗാർഹിക സഭ ഉടലെടുത്തതായിട്ട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നുണ്ട്. 16-ാം അധ്യായം 40-ാം വാക്യം കാണുമ്പോൾ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടെങ്കിലും ദൈവത്തിൻ്റെ അത്ഭുതകരമായ വിടുതലാൽ
അവർ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട ആദ്യമായിട്ട് അവർ കടന്നു ചെല്ലുന്നത് ഈ ലുദിയായുടെ ഭവനത്തിലാണ്. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു സഭ, ജനങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കൂടി ആരാധിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തെ കണ്ട് അവർ സന്തോഷിച്ച് കടന്നുപോയതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു, തുയഥൈര സഭയെക്കുറിച്ച് ഒരു കമൻഡേഷൻ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. രണ്ടാമതായിട്ട് കണ്ടംനേഷൻ, അതായത് സഭയിലുണ്ടായ അപാകതകൾ, അപജയങ്ങൾ, ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ ആഹാബ് രാജാവും ഇസബേൽ രാജ്ഞിയും കൂടി ചെയ്തതായിട്ടുള്ള ദുസ്സഹമായ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെയുള്ള ഒരു സ്ത്രീയെക്കുറിച്ചാണ് ഇവിടെ ഈ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ തുയഥൈര സഭയെക്കുറിച്ച് പറയുന്നു. ആഹാബും ഇസബേലും അന്നത്തെ ദൈവിക ആരാധനയ്ക്ക് മുടക്കം വരുവാൻ വേണ്ടി ബാൽ വിഗ്രഹങ്ങളെയും അശേര പ്രതിഷ്ഠകളെയും സ്ഥാപിച്ച് വിഗ്രഹ ആരാധനയിലേക്ക് ജനങ്ങളെ വഴിതിരിച്ചതായിട്ട് 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിനെതിരായിട്ട് ശക്തമായ നിലയിൽ ഏലിയ പ്രവാചകൻ ചെന്ന് ജനങ്ങളെയെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് ഇടിഞ്ഞു കിടന്ന യാഗപീഠം പുതുക്കിപ്പണിതു. അതിന്മേൽ യാഗപീഠം പണിതിട്ട് അതിന്മേൽ വിറകടുക്കി കാളയെ അറുത്ത് അതിന്മേൽ വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഏലിയാവ് സ്വർഗത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ ആകാശത്തു നിന്ന് തീ ഇറങ്ങി യാഗപീഠവും വസ്തുവും ദഹിപ്പിച്ചു കളഞ്ഞതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ഇസബേൽ എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ദുഷ്ടയായ ഒരു സ്ത്രീ ആയിരുന്നു. ദൈവത്തിൻ്റെ മക്കളെ ഉപദ്രവിക്കുന്ന ഒരു സ്ത്രീ, അവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സ്ത്രീ. ഏലിയാവ് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ഇസബേൽ ആളയച്ചിട്ട് പറയുകയാണ്, നാളെ നേരം വെളുക്കുമ്പോൾ നിന്റെ തല ശിരസിൽ ഉടലിൽ കാണുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദൂതന്മാരെ അയച്ച് ഏലിയാവിനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ദുഷ്ടയായ സ്ത്രീയായിട്ടാണ് ഇസബേലിനെ അവിടെ വിവരിച്ചിരിക്കുന്നത്. ഏലിയാവ് ഭാരത്തോടുകൂടെ, നിരാശയോടുകൂടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇതുവരെയും ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചു, ധാരാളം അധ്വാനിച്ചു, ഇനിയും മതി, എൻ്റെ ജീവനെ അങ്ങ് എടുത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. അവൻ ബർഷേബ മരുഭൂമിയിൽ ഒരു ചൂരൽ ചെടിയുടെ തണലിൽ കിടന്ന് ഉറങ്ങുമ്പോഴാണ് കർത്താവിനെ തട്ടി ഉണർത്തി വീണ്ടും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബിലേക്ക് യാത്ര ചെയ്യുവാൻ അവന് ശക്തിയും ബലവും നൽകുന്നത്. ഈ വെളിപ്പാട് പുസ്തകത്തിൽ അതിന് സമാനമായ ഒരു പ്രവാചകയെക്കുറിച്ചാണ് പറയുന്നത്. ഇസബേൽ എന്ന പേരുള്ള ഒരു പ്രവാചകി, എ വിക്കഡ് വുമൺ. ദുഷ്ടതയുടെ ആൾരൂപമായിരുന്നു. അധികാരത്തിൻ്റെയും മ്ലേച്ഛതകളുടെയും ഒരു ഭീഷണിയായി ക്രിസ്തുസഭയ്ക്ക് തീർന്നതായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ഇസബേൽ എന്ന് പറയുന്ന, ഈ പ്രവാചകി എന്ന് പറയുന്ന സ്ത്രീ. അവളുടെ സ്വഭാവ വൈകൃതം അനേകരെ അവളിലേക്ക് ആകർഷിക്കുന്ന, വശീകരിക്കുന്ന അധാർമികതയുടെ ഒരു പര്യായമായിട്ട് അവളെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൈംഗിക അരാജകത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് അവിടെ കാണുന്നത്. പാപത്തെ പച്ചവെള്ളം പോലെ കുടിക്കുന്ന, ജഡമോഹത്തേക്ക് ആളുകളെ വശീകരിക്കുന്ന ഒരു സ്ത്രീയായിട്ട് അവളെ അവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. അവൾക്ക് മാനസാന്തരപ്പെടാനായിട്ട് അവസരം ദൈവം കൊടുത്തു. അവിടെ നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്. അവൾക്ക് മാനസാന്തരത്തിനായിട്ട് അവസരം കൊടുത്തിട്ടും അവൾ വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിക്കുകയും മാനസാന്തരപ്പെടാതിരിക്കുകയും ചെയ്തു. അതുകൊണ്ട് കർത്താവ് അരുളി ചെയ്യുന്നത്, ഞാൻ അവളെ വലിയ കഷ്ടത്തിലാക്കും, അവളുടെ മക്കളെയെല്ലാം ഞാൻ കൊന്നുകളയും. എ ടോട്ടൽ അനൈഹിലേഷൻ ഓഫ് ജെസബേൽ ആൻഡ് ഹെർ ജനറേഷൻ. അതാണ് കണ്ടംനേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് കമൻഡേഷൻ ആദ്യം പറഞ്ഞു, കണ്ടംനേഷൻ ഇവിടെ സംഭവിച്ചു. അതുമാത്രമല്ല, ക്രിറ്റിസൈസിങ് ഗോഡ്സ് പീപ്പിൾ, ദൈവത്തിൻ്റെ ജനങ്ങളെ അല്ലെങ്കിൽ സഭയെ
ദുരുപദേശത്തിലേക്കും അതുപോലെ ദുരാചാരത്തിലേക്കും വഴിതിരിച്ചതായിട്ടുള്ള അനുഭവത്തിലേക്ക് പോകുമ്പോൾ അവരെ വിമർശിക്കുന്നതായിട്ടുള്ള അനുഭവം ഉണ്ടായി. ഈ വിമർശനം ഉണ്ടാകാനായിട്ടുള്ള പ്രധാന കാരണം തുയഥൈര സഭ ഏതാണ്ട് AD 600 മുതൽ കത്തോലിക്ക സഭയുടെ സ്വാധീനത്തിലായി തീർന്നു. അവിടെ ഉണ്ടായിരുന്ന ചില ദുരുപദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ദുരുപദേശങ്ങളൊക്കെ ഇവരെ വളരെയധികം സ്വാധീനിച്ചു. AD 607 ബോണാഫൈസ് മൂന്നാമൻ എന്ന് പറയുന്ന പോപ്പിന്റെ അധീനതയിലാണ് ഈ സഭ ആയി തീർന്നത്. 786 ധാരാളം വിഗ്രഹാരാധനയുടെ ഇടങ്ങളും ഈ സഭയിൽ ഉണ്ടായിത്തീർന്നു. 995 മരിച്ചവരെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടായി. 1190 പാപമോചന ചീട്ട് വിൽക്കുന്നതായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിരുന്നു. അത് യൂറോപ്പിലെ സഭയിലൊക്കെ ധാരാളം ഉണ്ടായിരുന്നതായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. പാപമോചനത്തിന് വേണ്ടി പണമടച്ച് രസീത് വാങ്ങിക്കുന്ന ഒരു രീതി കത്തോലിക്ക സഭയിലെ ഒരു ദുരാചാരമായി അന്ന് നിലനിന്നിരുന്നു. 1299 അൽമായക്കാർക്ക് ബൈബിൾ നിരോധിച്ചിരുന്നു. അതായത് പുരോഹിതന്മാർക്ക് മാത്രമേ വേദപുസ്തകം കയ്യിലെടുക്കുവാനോ ആരാധിക്കുവാനോ വായിക്കുവാനോ വ്യാഖ്യാനിക്കുവാനോ അധികാരമുള്ളൂ, അൽമായക്കാർക്ക് അതിന് അധികാരമില്ല എന്ന് പറയുന്ന ഒരു രീതിയിൽ അൽമായക്കാരെ നിരോധിക്കുന്ന ഒരനുഭവം ഉണ്ടായി. അത് കഴിഞ്ഞ് 1439 പെർഗറ്ററി എന്ന് പറയുന്ന ഉപദേശം, അതായത് മരിച്ചു കഴിയുന്നവർ സ്വർഗത്തിലേക്കല്ല പോകുന്നത്, അവർ ശുദ്ധീകരിക്കപ്പെടുവാൻ ഒരു പ്രത്യേക സ്ഥലത്ത് അവരെ ആക്കുവാൻ പെർഗറ്ററി എന്ന് പറയുന്ന ഒരു സ്ഥാനത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കുകയുണ്ടായി. 1870 പോപ്പിന്റെ അപ്രമാദിത്യം സ്ഥാപിക്കുന്നതായിട്ടുള്ള ഉപദേശം നിലനിന്നു. ഇതെല്ലാം ഈ തുയഥൈരയിലെ സഭയിൽ ഉണ്ടായിരുന്നു എന്നാണ് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നതും സഭാ പാരമ്പര്യം സൂചിപ്പിക്കുന്നതും. തുയഥൈര സഭയിൽ ഇതെല്ലാം കടന്നുകൂടി. സാധാരണക്കാരായ വിശ്വാസികൾ ഇതിൻ്റെ എല്ലാം അടിമത്തത്തിലും സ്വാധീനത്തിലും വീണുപോയി. യഥാർത്ഥ സത്യം അറിയുവാനോ മനസ്സിലാക്കുവാനോ ഉള്ള അവകാശം അവർക്ക് നഷ്ടപ്പെട്ടതായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ അധ്യായത്തിൽ പറയുന്ന മറ്റൊരു വാക്ക് സാത്താന്റെ ആഴങ്ങളെന്ന, അതായത് സാത്താന്റെ വശീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള അനുഭവത്തിലേക്ക്, വശീകരണ ശക്തിയിലേക്ക് അവിടുത്തെ വിശ്വാസികൾ വീണുപോയി, അധപ്പതിച്ചുപോയി എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാത്താൻ വിശ്വാസികളെ പല വിധത്തിൽ വശീകരിക്കാറുണ്ട്. പാപത്തിന്റെ കാഠിന്യം, പൗലോസ് അപ്പോസ്തലൻ തന്നെ പാപത്തിന്റെ കാഠിന്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. പാപത്തെക്കുറിച്ച്, പാപത്തിന്റെ പ്രാധാന്യം, അതിൻ്റെ ഭീകരത, അതിൻ്റെ ആഴം, ഇതൊന്നും മനസ്സിലാക്കാനായിട്ട് സാധാരണ ജനങ്ങളെ സാത്താൻ അനുവദിക്കുന്നില്ല. ലഘൂകരിച്ച് ലാഘവത്തോടുകൂടെ പറയുന്നതായുള്ള അനുഭവമുണ്ട്. എന്നാൽ പൗലോസ് ശ്ലീഹ വിശദീകരിക്കുന്നു. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാനക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പൗലോസ് ശ്ലീഹ വളരെ വ്യക്തമായി കൊരിന്ത്യ സഭയോട് പറയുന്നുണ്ട്. പാപത്തിന് വേദപുസ്തകത്തിൽ പല വിധത്തിലുള്ളതായ നിർവചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം വായിക്കുമ്പോൾ കായൻ തൻ്റെ സഹോദരനായ ഹാബേലിനെ കൊന്നുകഴിഞ്ഞ് കായൻ ആപ്പാടെ
പരവശനായിരിക്കുമ്പോൾ യഹോവയായ ദൈവം കായനോട് പറയുന്നത്, നീ കോപിക്കുന്നതെന്ത്? പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീ അതിനെ കീഴടക്കേണ്ടതാണ്. അതുകൊണ്ട് പാപം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മെ തെറ്റ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കത്തക്കവണ്ണം നമ്മുടെ വാതിൽക്കൽ, അല്ലെങ്കിൽ നമ്മുടെ വാതിൽ പടിക്കൽ, നമ്മുടെ മുൻപിൽ, നമ്മൾ പോകുന്ന വഴിയിലെല്ലാം അതിൻ്റെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുവാനായിട്ട് സാത്താൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ യാക്കോബ് ശ്ലീഹ 1-ാം അധ്യായത്തിൽ പറയുന്നു, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ ജനിപ്പിക്കുന്നു. കായന്റെ പാപം സോദരഹത്യയിലേക്ക് നയിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥയായി തീർന്നു. സഹോദരനെ സഹോദരനായി കാണാൻ സാധിക്കാതെ അവനെ അന്യനായി കണ്ട് അവൻ്റെ അന്തകനായി തീരുന്ന കായനെ കുറിച്ചാണ് വേദപുസ്തകം പറയുന്നത്. പാപത്തിന് മറ്റൊരു നിർവചനം പറയുന്നത് ട്രാൻസ്ഗ്രഷൻ, അതിക്രമം എന്നാണ്. അതിര് കടന്നു പോകുന്നതാണ്. നമുക്ക് ചില അതിരുകൾ വെച്ചിട്ടുണ്ട്. ദൈവവചന പ്രകാരവും നിയമപ്രകാരവും നമുക്ക് ചില അതിരുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ അതിരിനപ്പുറം കടക്കുന്നതാണ് പാപം എന്ന് പറയുന്നത്. അനുസരണക്കേട് പാപമാണ്. യഹോവയായ ദൈവം ആദമിനെയും ഹവ്വായെയും സൃഷ്ടിച്ച് ഏദൻ പർദീസയിലാക്കിയപ്പോൾ അവരോട് പറഞ്ഞതായിട്ടുള്ള ഒരു വലിയ കാര്യമുണ്ട്. നിങ്ങൾക്ക് ഈ തോട്ടത്തിലുള്ള സകല വൃക്ഷത്തിൻ്റെയും ഫലം തിന്നാം, എന്നാൽ ഒരു വൃക്ഷത്തിൻ്റെ ഫലം മാത്രം തിന്നരുത്, അത് തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ സാത്താൻ അവരുടെ അടുത്ത് വന്ന് ദൈവവചനത്തിന് വിപരീതമായി അവരെ പ്രേരിപ്പിക്കുന്നു. ദൈവം പറഞ്ഞു, ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. എന്നാൽ സാത്താൻ ചെന്ന് പറഞ്ഞു, നിങ്ങൾ മരിക്കയില്ല, നിശ്ചയം നിങ്ങൾ ദൈവത്തെ പോലെയായി നന്മ തിന്മകളെ തിരിച്ചറിയുന്നവരായി തീരുമെന്ന് പറഞ്ഞു. അപ്പം ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിരുദ്ധമായി ദൈവത്തിൻ്റെ ആലോചനയോട് മറുതലിക്കുവാനും അനുസരണക്കേട് കാണിക്കുവാനും അവരെ പ്രേരിപ്പിച്ചതായിട്ടുള്ള സാത്താന്റെ വശീകരണം അവിടെ നമ്മൾ കാണുന്നുണ്ട്. ഗലാത്യ ലേഖനത്തിൽ ജഡത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് പറയുന്നുണ്ട്. 5-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പൗലോസ്ലീഹ വളരെ വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് പാപം എന്ന് പറയുന്നത് സകലവിധ ദൈവിക മാനുഷിക മൂല്യങ്ങളെയും തകർത്ത് കളയുന്ന ഒരനുഭവമാണ്. അതിന് നമ്മളെ പ്രേരിപ്പിക്കുന്നത് സാത്താൻ എന്ന ആ ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആ വലിയ ശക്തിയാണ്. മൂന്നാമതായിട്ട് ഈ സഭയോട് പറയുന്ന ഒരു കാര്യം ക്രിറ്റിസിസം, കമൻഡേഷൻ, കണ്ടംനേഷൻ, അതുപോലെ തന്നെ ക്രിറ്റിസിസം. അവർ ചെയ്തതായിട്ടുള്ള അപാധകൾ എന്തൊക്കെയാണ്, അവരുടെ ജീവിതത്തിൽ സംഭവിച്ച അപജയങ്ങൾ എന്തൊക്കെയാണെന്ന് അവരെ വിമർശിക്കുന്നു. ടോളറൻസ് ആൻഡ് കോംപ്രമൈസ്. ചില കാര്യങ്ങളോട് അവര് അടുത്ത് നിൽക്കുന്നു, അകന്നു നിൽക്കേണ്ട ചില കാര്യങ്ങളോട് അടുത്ത് നിൽക്കുന്നു, തെറ്റായ ചില കാര്യങ്ങളോട് പൊരുത്തപ്പെട്ടു പോകും. അതാണ് സിൻ ഓഫ് ടോളറൻസ്. അത്
ദൈവത്തിന്റെ ആത്മാവോടെ പറയുന്നുണ്ട്, ഇസബേലിന്റെ ദുരുപദേശം. അത് ഞാൻ മുമ്പേ വിശദീകരിച്ചു. പ്രവാചകി എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ വഴിതെറ്റിക്കുകയും അവരെ ദുരുപദേശത്തിലേക്കും വിഗ്രഹാരാധനയിലേക്കും നയിക്കുകയും തെറ്റായ ഉപദേശങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കുകയും വിഗ്രഹാരാധനയിലേക്ക് അവരെ വഴുതി വീഴിക്കുകയും ചെയ്യുന്ന ഇസബേലിന്റെ ദുരുപദേശം, ബാൽ, അശേര പ്രതിഷ്ഠകൾ മുതലായവയോടുള്ള ആഭിമുഖ്യം, അതിനെ ആരാധിക്കുവാനുള്ളതായ ചില സൂചനകൾ അവിടെ കാണാം. ഈ ഇസബേൽ എന്ന സ്ത്രീയെ കുറിച്ച് പറയുമ്പോൾ എല്ലാ ലൈംഗിക അരാജകത്വത്തിൻ്റെയും ആൾരൂപമാണ് എന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു. വ്യാജ പ്രവചനങ്ങൾ തൊടുത്തുവിടുന്ന അനുഭവങ്ങളുണ്ട്. ഇവയോടെല്ലാം ഒരു ടോളറൻസ്, ഇവയോടെല്ലാം ഒരു ലാഘവ ബുദ്ധിയോടുകൂടെ പ്രവർത്തിക്കുന്നതായുള്ള അനുഭവം അവിടുത്തെ വിശ്വാസികൾക്കുണ്ടായിരുന്നു. ഭൗതികതയോട് അമിതമായ ആഭിമുഖ്യം കാണിച്ചു. റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതവിനെ തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും ലോകത്തോടും ലോകത്തെയും അതിലുള്ളതിനെയും സ്നേഹിക്കരുത് എന്ന് യോഹന്നാൻ ശ്ലീഹ 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതുകൊണ്ട് ഭൗതികതയോട് അമിതമായ ആഭിമുഖ്യം കാണിച്ച ഒരു സഭയെന്ന നിലയിൽ ഈ ദ്വൈതര സഭയെ കർത്താവ് വിമർശിക്കുന്നു. അധാർമികതയോട് അവർ ചേർത്ത് നിന്നില്ല, അതിനോട് സഹിഷ്ണുത കാണിച്ചു, ടോളറൻസ് കാണിച്ചു. അന്ധവിശ്വാസത്തെ പലതും അവർ സ്വീകരിച്ചു സ്വന്തമായി. അവരുടെ പാപം ഇപ്രകാരമുള്ളതായിരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. sin of tolerance, sin of idolatry, sin of immorality, sin of compromise to the worldliness. ലോകത്തോട് അനുരൂപപ്പെടുന്നതായിട്ടുള്ള അനുഭവം, ലോകത്തിൻ്റെ മൂല്യങ്ങളോട് താതാത്മ്യപ്പെടുന്നതായുള്ള ഒരു അനുഭവം. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് അവിടെ നിന്ന് ഓടിപ്പോവുക എന്നാണ്. ഫ്രീ അവേ ഫ്രം യൂത്ത്ഫുൾ ലസ്റ്റ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ എന്ന് പറയും. 10 signs of worldliness. ഭൗതികതയോടുള്ള 10 അടയാളങ്ങൾ, 10 signs of worldliness നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. lack of intimacy with God. ദൈവത്തോട് അടുത്തിരിക്കാനുള്ളതായ ആ ആവേശം നമുക്ക് കുറഞ്ഞു പോകും. യാക്കോബ് ശ്ലീഹ പറയുന്നു, ദൈവത്തോട് അടുത്തു വരിക, അവൻ നിങ്ങളോട് അടുത്തു വരും. ലാക്ക് ഓഫ് ഇൻറ്റിമസി വിത്ത് ഗോഡ്. 2, ലാക്ക് ഓഫ് ജനറോസിറ്റി ഇൻ ദെയർ ഓഫറിംഗ് ടു ഗോഡ്. ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ ഔദാര്യത്തോടുകൂടെ സമർപ്പിക്കുന്നതായുള്ള അനുഭവം നമുക്ക് ചിലപ്പോൾ നഷ്ടമാകും. കോംപ്രമൈസ് അവർ മോറൽസ്. നമ്മുടെ ധാർമ്മികതയെ നമ്മൾ ചിലപ്പോൾ തുച്ഛീകരിച്ച് അധാർമികതയിലേക്ക് ചിലപ്പോൾ വഴുതി വീഴുവാനായിട്ട് ഇടയായിത്തീരും. സാക്രിഫൈസ് ടു ദി കൾച്ചറൽ സ്റ്റാറ്റസ്. നാം ജീവിക്കുന്നതായിട്ടുള്ള സമൂഹത്തിൽ തെറ്റായ ചില സംസ്കാരങ്ങളും ചില രീതികളും ആചാരങ്ങളും ഒക്കെ ഉണ്ട്. അതിനോട് പൊരുത്തപ്പെടുവാനുള്ളതായ പ്രലോഭനങ്ങൾ നമുക്കുണ്ടാകും. ചില ആളുകൾ പറയാനുണ്ട്, നാടോടുമ്പോൾ നടുവേ ഓടുക. അത് ക്രിസ്തീയ പ്രമാണമല്ല. നാടോടുമ്പോൾ നടുവേ ഓടുന്നതല്ല, നാടോടുമ്പോൾ
വ്യത്യസ്തമായി ചിന്തിക്കുക, വ്യത്യസ്തമായി ജീവിക്കുക. Dare to be different in the world. അതാണ് ക്രിസ്തീയ പ്രമാണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ lack of spiritual influence. ആധ്യാത്മിക ചൈതന്യം നഷ്ടപ്പെട്ടു പോകുന്നതായുള്ള അനുഭവം. Reluctance to give up sin. പാപത്തോട് നോ പറയാനുള്ളതായ ഒരു ധൈര്യം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഇല്ലാതെ പോകും. ഭൗതികതയോട് അമിത ആവേശമുണ്ടാകും. നോ ഫിയർ ഓഫ് ഗോഡ്. അന്ത്യകാലത്തെ കുറിച്ച് 2 തിമോത്തി 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അന്ത്യകാലത്ത് സംഭവിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ച് അവിടെ ഒരുപാട് ദോഷപ്രവൃത്തികളെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഭാഗത്തേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. നോ റെസ്പെക്ട് ടു ഗോഡ്സ് ഡിസിപ്ലിൻ. ദൈവിക ശിക്ഷണത്തോടുള്ളതായ നമ്മുടെ ചെറുത്തുനിൽപ്പ്. കോംപ്രമൈസ് ടു ദെയർ ചിൽഡ്രൻ. നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോയാലും അവരുടെ ആ വഴിതെറ്റിനെ സ്വീകരിക്കുന്ന ഒരനുഭവം, അവരോട് അതിൽ നിന്ന് പിന്തിരിയുവാനുള്ളതായ ഡിസിപ്ലിൻ കൊടുക്കാത്ത, ശിക്ഷണം കൊടുക്കാത്തതായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ആയിത്തീരുന്നു. വേദപുസ്തകത്തിൽ ഇങ്ങനെയുള്ളതായ കാര്യങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുകയും ദൈവിക ശിക്ഷണത്തിലും ദൈവിക പ്രമാണങ്ങളിലും ഉറച്ചു നിൽക്കുകയും ചെയ്ത ചില വ്യക്തികളെ വേദപുസ്തകം നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ദാനിയേൽ ബാബേൽ സംസ്ഥാനത്ത് നെബൂഖദ്നേസർ രാജാവ് യെരൂശലേം നിരോധിച്ച് അവിടെയുള്ള ആളുകളെ എല്ലാം അടിമകളാക്കി കൊണ്ടുപോയപ്പോൾ 4 എബ്രായ ബാലന്മാരെ കൊണ്ടുപോയി. ദാനിയേൽ, ശദ്രക്, മേശക്, അബേദ്നെഗോ. ദാനിയേല് ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരുന്നു. ദൈവിക പ്രമാണങ്ങളോട് അവൻ ഒത്തുപോകുന്നവനായിരുന്നു. രാജാവ് ഈ ബാലന്മാരെ കൊണ്ടുപോയി കൽദയ വിദ്യ അഭ്യസിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ രാജകീയ ഭോജനവും വിരുന്നും വീഞ്ഞും ഭക്ഷിക്കുവാനായിട്ട് അവർക്ക് അനുവാദം കൊടുത്തു. എന്നാൽ ദാനിയേൽ പറഞ്ഞു, ഞങ്ങൾ രാജകീയ ഭോജനം കൊണ്ടും രാജാവ് നൽകുന്ന വീഞ്ഞുകൊണ്ടും ഞങ്ങളുടെ ദേഹത്തെ മലിനമാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നില്ല. അതിനെതിരായിട്ട് തീരുമാനമെടുത്തു. ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന് പറയുന്ന ബാലന്മാർ രാജാവ് നിർത്തിയ വിഗ്രഹങ്ങളെ സേവിക്കാനായിട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ ഞങ്ങൾ ആരാധിക്കുകയില്ല. ഞങ്ങൾ സേവിച്ചു നിൽക്കുന്ന യഹോവ ഞങ്ങളെ വിടുവിപ്പാൻ ശക്തനാണ്. ഇൻ കേസ് ഇനി ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയില്ല. അതുകൊണ്ട് തെറ്റിനോടും അധാർമികതയോടും വിഗ്രഹാരാധനയോടും നോ പറയാനുള്ളതായ ഒരു ധൈര്യം ദാനിയേലിന് കൂടെയുള്ളതായ ആ ബാലന്മാർക്കും ഉണ്ടായിരുന്നു. എസ്തേർ എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു സ്ത്രീയാണ്. ശൂഷൻ രാജധാനിയിൽ അഹശ്വേരോശ് രാജാവിൻ്റെ രാജ്ഞിയായി അഭിഷേകം ചെയ്യപ്പെട്ടെങ്കിലും യഹൂദന്മാർക്ക് വേണ്ടി തൻ്റെ ജീവിതത്തെ റിസ്ക് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു എസ്തേർ. എസ്തേറിനെ രാജസ്ഥാനത്ത് കൊണ്ടുവരുവാൻ സഹായിച്ച മൊർദെഖായി എസ്തേറിനോട് പറഞ്ഞു, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് രക്ഷയും വീണ്ടെടുപ്പും വേറെ എവിടെ നിന്നെങ്കിലും ഉണ്ടാകും. എന്നാൽ നീ നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഈ വാക്ക് കേട്ട എസ്തേർ രാജസന്നിധിയിൽ പോകുവാനായിട്ട് തീരുമാനം ചെയ്തു. ഉപവാസം പ്രഖ്യാപിച്ചു. ആ ഉപവാസത്തിന് ശേഷം രാജാവിൻ്റെ സന്നിധിയിൽ ചെന്ന് രാജാവിനോട് കാര്യങ്ങളെല്ലാം ഉണർത്തിച്ചു. അവൾ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും സാധിച്ച്
യഹൂദന്മാർക്കൊരു വീണ്ടെടുപ്പുണ്ടായതായ അനുഭവം നമുക്കറിയാം. നെഹമ്യാവ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു. നെഹമ്യാവ് അർത്ഥശിഷ്ട രാജാവിന്റെ പാനപാത്രവാഹകനായിരുന്നു. രാജസന്നിധിയിൽ വളരെ മാന്യമായ ഒരു ശുശ്രൂഷ ചെയ്തുകൊണ്ട് രാജാവിന്റെ സന്നിധിയിൽ രാജാവ് കഴിഞ്ഞാൽ പിന്നെ രാജാവിന്റെ രണ്ടാമനായിട്ട് അവിടെ ഇരുന്നതായിട്ടുള്ള നെഹമ്യാവ് ആ രാജാവിനോട് പറഞ്ഞു, രാജാവേ, എനിക്ക് ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്. എൻ്റെ പിതൃഭവനത്തിലെ യെരൂശലേം ദേവാലയവും അതിൻ്റെ മതിലുകളും ഇടിഞ്ഞു കിടക്കുമ്പോൾ എനിക്ക് എങ്ങനെ ദുഃഖമുണ്ടാകാതിരിക്കുമെന്ന് പറഞ്ഞ് രാജാവിനോട് അനുവാദം വാങ്ങിച്ച് അവിടെ പോയി യെരൂശലേമിന്റെ മതിലുകളെ പണിയുന്ന നെഹമ്യാവിനെ കുറിച്ച് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. യോഹന്നാൻ സ്നാപകൻ ആഹാബിനെ പോലെ, പഴയ നിയമത്തിൽ ആഹാബിനെ പോലെ ആഹാബ് രാജാവിന്റെ ധാർമ്മികതയ്ക്ക് എതിരെ ശക്തമായി ശബ്ദമുയർത്തിയ പ്രവാചകനായിരുന്നു ഏലിയാവ്. അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ ഏലിയാവിനെ പോലെ ശക്തമായി പ്രവചിച്ച ഹെരോദാവിനെതിരെ നിന്ന പ്രവാചകനായിരുന്നു യോഹന്നാൻ സ്നാപകൻ. അവന്റെ ധൈര്യവും അവന്റെ ശക്തിയും അവന്റെ ഊർജ്ജസ്വലതയും അവന്റെ അധാർമികതയോടുള്ള വെല്ലുവിളിയും എല്ലാം വളരെയധികം പ്രശംസനീയമായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഹെരോദ രാജാവ് അവന്റെ തല വെട്ടിക്കളഞ്ഞു. നീതിക്ക് വേണ്ടി നിന്നതുകൊണ്ട്, ന്യായത്തിന് വേണ്ടി നിന്നതുകൊണ്ട്, അധാർമികതയ്ക്കെതിരെ പറഞ്ഞതുകൊണ്ട് അവന്റെ തല വെട്ടി കളഞ്ഞതായിട്ടുള്ള ഹെരോദ രാജാവിനെയാണ് നമ്മൾ കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തു എന്താണ് ചെയ്തത്? കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി എൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ ഞാൻ വന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തുയതൈര സഭയോടുള്ള ക്രിസ്തുവിൻ്റെ ദൂത്, വിമർശനം, അവരോടുള്ളതായ ഉപദേശം, ഇതെല്ലാം നമുക്ക് ഈ വാക്യങ്ങളിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കപടഭക്തിയെയും പാപത്തെയും അശുദ്ധിയെയും സഹിച്ച് അതിനോട് പൊരുത്തപ്പെട്ട് അതിനോട് സഹിഷ്ണുത കാണിച്ച് ജീവിച്ചതായിട്ടുള്ള തുയതൈര സഭയെ കർത്താവ് നിശിതമായി വിമർശിക്കുന്നു. ഈസബേലിന്റെ ഉപദേശം കൈക്കൊള്ളുന്നവർ, വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നവർ, ലൈംഗിക അധർമ്മത്തിൽ ജീവിക്കുന്നവർ, എല്ലാവരോടുള്ള ശക്തമായ ദൈവത്തിൻ്റെ ദൂത് അവിടെ പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് അവരൊക്കെ നൽകുന്ന ഉപദേശം, യേശുവിലുള്ള വിശ്വാസം പിന്തുടരുക, നിങ്ങൾക്കുള്ളത് ഞാൻ വരുന്നത് വരെ മുറുകെ പിടിച്ചുകൊള്ളുക. അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം വളരെ വലുതാണ് എന്ന് കർത്താവ് അവരെ ഓർമ്മിപ്പിക്കുന്നു. എന്താണ് അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം? 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജനതകളുടെ മേൽ, ജാതികളുടെ മേൽ നിങ്ങൾക്ക് അധികാരം നൽകും. കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ എൻ്റെ മഹത്വത്തിൽ നിങ്ങൾ 12 സിംഹാസനത്തിലിരുന്ന് 12 ഗോത്രങ്ങളെയും ന്യായം വിധിക്കുമെന്ന് പറയുന്ന കർത്താവിൻ്റെ ഒരു പ്രസ്താവന നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉദയനക്ഷത്രം നൽകും. ഉദയനക്ഷത്രം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. തീത്തോസിന്റെ ലേഖനത്തിൽ ഒരു ഉദയനക്ഷത്രം ഉദിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കർത്താവിനെ കുറിച്ചാണ്. ക്രിസ്തു ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയിക്കും, തകർക്കും. 2-ാം സങ്കീർത്തനം മനോഹരമായൊരു സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനം മെസ്സിയാനിക് സാമാണ്, മശിഹ സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിൽ പറയുന്നു, നീ എൻ്റെ പുത്രൻ,
ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായി ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പ് കോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പീൻ, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവീൻ. ഇന്ന് ഭൂമിയിലെ ന്യായാധിപന്മാർ തെറ്റായി വിധിക്കുകയും അന്യായമായ ഉപദേശം സ്വീകരിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ നമുക്ക് കാണാം. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നത് കണ്ട് യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യും. ഇന്ന് ആധുനിക സഭ, ഇന്നത്തെ സഭ നേരിടുന്ന വലിയ വെല്ലുവിളിയാണ്. ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നു, യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി രാജാക്കന്മാർ എഴുന്നേൽക്കുന്നു, അധിപതികൾ തമ്മിൽ കൂടിയാലോചിക്കുന്നു. ഇതെല്ലാം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. ഈ സംഭവങ്ങളുടെ മധ്യത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. കോംപ്രമൈസിങ് വീക്ക്നെസ് ഓർ ഫെയ്ത്ത്, ദൈവശാസ്ത്രപരമായ ഉപദേശങ്ങൾ നമ്മുടെ വിശ്വാസത്തെ തകർത്ത് കളയുന്നതായ അനുഭവങ്ങളാണ്. കർത്താവായ യേശുക്രിസ്തു സദൂക്യരോട് പറഞ്ഞു, നിങ്ങൾ തിരുവെയും അറിയായികയാൽ വളരെ തെറ്റിപ്പോകും. യൂറോപ്യൻ സംസ്കാരത്തിന്റെ പിടിയിൽ നമ്മുടെ തലമുറകൾ ചെന്ന് വീഴുമ്പോൾ അവിടെ സംഭവിക്കുന്നതായിട്ടുള്ള മ്ലേച്ഛതകൾ വളരെ അധികമാണ്. അവിടെ യൂറോപ്യൻ സഭകളിൽ നടക്കുന്ന ഹോമോസെക്ഷുവാലിറ്റി, സെയിം സെക്സ് മാര്യേജ്, ഇതൊക്കെ നമ്മുടെ തലമുറകളെ വല്ലാതെ സ്വാധീനിക്കാനായിട്ട് സാധ്യതയുണ്ട്. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതായിട്ടുള്ള കാര്യം നമുക്കറിയാം. ലോത്തിന്റെ കാലത്ത് യഹോവയായ ദൈവം ആ പട്ടണം നശിപ്പിച്ചു കളഞ്ഞു. സോദോം ഗൊമോറ എന്ന് പറയുന്ന പട്ടണത്തെ കുറിച്ച് പറയുമ്പോൾ അത് ഈ ദുരാചാരങ്ങളെല്ലാം ഉണ്ടായിരുന്ന ഒരു പട്ടണമായിരുന്നു. അങ്ങനെയുള്ള പട്ടണത്തെ ദൈവം നശിപ്പിച്ചു എങ്കിൽ ഇന്ന് ഇപ്രകാരമുള്ളതായ അനുഭവത്തിൽ ജീവിക്കുന്ന വ്യക്തികളെയും സമൂഹത്തെയും ദൈവം ന്യായം വിധിക്കാതിരിക്കുമോ എന്ന് നമ്മൾ ചോദിക്കേണ്ടതായിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കേണ്ടതായിട്ടുള്ള അനുഭവങ്ങളാണ്. നോഹയുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ നാളിൽ സംഭവിക്കും. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ നാളിൽ സംഭവിക്കും. നോഹയുടെ കാലത്ത് എന്താ സംഭവിച്ചു? അവർ നട്ടും വിറ്റും തിന്നും കുടിച്ചും ജീവിച്ചു. ലോത്തിന്റെ കാലത്ത് അവർ വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും ഒക്കെ ജീവിച്ചു. അങ്ങനെയുള്ളതായ അനുഭവം. നോഹയുടെ കാലത്തെ അനുഭവം സോദോം ഗൊമോറ ദൈവത്തിന് ഒരു ന്യായവിധി നടത്തേണ്ട ഇടമായെങ്കിൽ ഇന്ന് സമൂഹത്തിൽ ഇപ്രകാരമുള്ളതായ അനുഭവങ്ങൾ ഉണ്ടായെങ്കിൽ ദൈവം അതിനെ ന്യായം വിധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 18 മുതലുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈ സംഭവത്തെക്കുറിച്ച് വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. അവിടെ സംഭവിച്ചതായിട്ടുള്ള കാര്യങ്ങളൊക്കെയും ഇന്ന് ലോകത്തിൽ റോമാ സാമ്രാജ്യത്തിൽ സംഭവിച്ചതായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെയും ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ ആന്റി ഇന്റലക്ച്വലിസം, അതായത് പരിജ്ഞാനമില്ലായ്മ, പരിജ്ഞാനമില്ലാതിരിക്കുകയും ചെയ്യുന്നതായുള്ള ഒരു സമൂഹം. ഹൈപ്പർ ഇന്റലക്ട്, അതിബുദ്ധി കൊണ്ട് ജീവിക്കുന്നതായിട്ടുള്ള ഒരു സമൂഹം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രതിഭാസമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് എന്തെല്ലാം വേണമെങ്കിൽ ഏതെല്ലാം വിധത്തിലുള്ളതായ കാര്യങ്ങൾ വികൃതമായി ചിത്രീകരിക്കാനായിട്ട് സാധിക്കുന്നതായിട്ടുള്ള ഒരു വലിയ സംവിധാനമാണ് ഇന്ന്
ഇവിടെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ സ്വാധീനത്തിൻ്റെ വലയിലാണ് നമ്മളും നമ്മുടെ തലമുറകളുമൊക്കെ കടന്നു പോകുന്നതെന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ദൈവത്തോടും ദൈവിക കൽപ്പനകളോടുമുള്ള പ്രതിബദ്ധത നമുക്ക് കുറഞ്ഞു വരുന്നതായിട്ടുള്ള ഒരു കാലഘട്ടം. കംപ്ലൈസൻസ് എന്ന് പറയുന്ന ഒരു വാക്ക്, അതായത് സംതൃപ്തിയിലൂടെയുള്ള അലസത, നമുക്ക് എല്ലാം ഉണ്ട്, നമ്മൾക്ക് തികഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അലസമായി ജീവിക്കുന്നതായിട്ടുള്ളൊരു അനുഭവം നമ്മുടെ സമൂഹത്തിൽ നിന്ന് വളരെയധികം വർദ്ധിച്ചു വരുന്നു. വിശ്വാസത്തോടുള്ള അലംഭാവം, വിശ്വാസ തീഷ്ണത നഷ്ടപ്പെടുന്നതായുള്ള അനുഭവം, ദുരുപദേശങ്ങൾ വർദ്ധിച്ചു വരുന്നു, ധാർമ്മിക അധപതനം ഉണ്ടാകുന്നു, വിശ്വാസത്യാഗം ഉണ്ടാകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാർ കുറഞ്ഞിരിക്കുന്നുവെന്ന് സങ്കീർത്തനം 12 നമ്മൾ വായിക്കുന്നു. പാപത്തെ ലഘൂകരിച്ചു കാണുന്നു, യഥാർത്ഥ സത്യത്തെ വിസ്മരിക്കുന്നു, നിത്യമായതിനെ ത്യജിക്കുന്നു, സത്യത്തിന് സാക്ഷി നിൽക്കാതെ പോകുന്നു. അതുകൊണ്ടാണ് സർദീസിലെ സഭയെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞത് ഇതൊരു നിർജീവ സഭയാകുന്നു. അത് നമ്മൾ അടുത്ത ആഴ്ച ചിന്തിക്കുന്നതാണ്. അതുകൊണ്ട് തുയഥേരാ സഭ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞതായിട്ടുള്ള അനുഭവം, ഒരു കമൻഡേഷന് ആദ്യം പറഞ്ഞു, കണ്ടംനേഷൻ പറഞ്ഞു, കോംപ്രമൈസ് പറഞ്ഞു, ക്രിറ്റിസിസം പറഞ്ഞു, അതുപോലെ തന്നെ പ്രോമിസ് ഓഫ് വിക്ടറി പറഞ്ഞു. ഒടുവിലായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഞാൻ വരുവോളം ഇത് പിടിച്ചു നിൽക്കുന്നവന് ഞാൻ ജനതകളുടെ മേൽ അവകാശം കൊടുക്കും. അവർക്ക് ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ദൈവം കർത്താവിനോട് കൂടെയുള്ള ഓഹരി ദൈവം നൽകുന്നതായുള്ള ഒരു അനുഭവം ഉണ്ടാകും. ഇതെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് സഭയോട് പറയുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രോമിസ്, ഷെയർ ഹിസ് അതോറിറ്റി, വിക്ടോറിയസ് ഇൻ ദർ ലൈഫ്. അതുപോലെ തന്നെ ദൈവം നൽകുന്നതായിട്ടുള്ള അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. ഈ തുയഥേരാ സഭ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സഭയാണെങ്കിലും ഇന്ന് ജീവിക്കുന്ന നമ്മോട് ഈ സഭയ്ക്ക് പറയാനായിട്ടുള്ളത് തന്നെയാണ്. നമ്മളും ദൈവത്തിൻ്റെ കൽപ്പനയോട് നമ്മൾ എങ്ങനെ ഇരിക്കുന്നു, ദൈവിക പ്രമാണങ്ങളോട് നമ്മൾ എങ്ങനെ പ്രതിബദ്ധത കാണിക്കുന്നു, നമ്മുടെ വിശ്വാസം എങ്ങനെ ഇരിക്കുന്നു, നമ്മൾ വിശ്വാസത്തിൽ ക്ഷണിച്ചു പോയോ, സാത്താൻ്റെ ആഴങ്ങളിലേക്ക് വീണുപോയോ? നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിശോധിക്കാം, ശോധന ചെയ്യാം. വീണു പോയിട്ടുണ്ടെങ്കിൽ ആ ആദിമസഭയോട് പറഞ്ഞതുപോലെ തന്നെ എവിടെയാണ് വീണതെന്ന് നോക്കി അവിടെ നിന്ന് എഴുന്നേൽക്കുക, മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞ് ആ പറയുന്ന ആഹ്വാനം എല്ലാ സഭയോടും പറയുന്നത് തന്നെയാണ്. മാനസാന്തരപ്പെടുക, മടങ്ങി വരിക, പുതുക്കം പ്രാപിക്കുക, കർത്താവിനെ സ്നേഹിക്കുക, കർത്താവിനെ സ്വീകരിക്കുക എന്ന് പറയുന്ന ആ സഭയോടും ഇത് തന്നെയാണ് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ തുയഥേരാ സഭയോടുള്ള ഉപദേശം നമ്മുടെ ഉപദേശമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ നമുക്ക് രൂപാന്തരപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് ജീവിക്കാം. അതിന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഏഷ്യ മൈനറിലുള്ളതായുള്ള സഭയെ കുറിച്ചുള്ളതായുള്ള കർത്താവിൻ്റെ അറിയിപ്പ്. എന്തിനു വേണ്ടിയാ ഒരു അറിയിപ്പ്? നമുക്കൊരു മുന്നറിയിപ്പ് ലഭിക്കുന്നത്, വാണിംഗ് ലഭിക്കുന്നത് അതിൽ നിന്ന് ഒഴിവുള്ളവരായിട്ട് ജീവിക്കാനായിട്ടാണ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാ. നമ്മൾ ഇന്ന് ഇപ്പോൾ തുയഥേരയിലെ ദൂതന് എഴുതാന്ന് പറയുമ്പോൾ അത് 4ാമത്തെ സഭയാ, തുയഥേരാ സഭ. അവിടെ വളരെ വ്യക്തമായിട്ട് പറയുക, ഇത് പറയുന്നത് ആരാ? അതിന്റെ 1ാമത്തെ വാക്ക്, 18ാമത്തെ വാക്ക് നമ്മൾ വായിച്ചെടുത്ത് കാണുക, അഗ്നിജാലയ്ക്കത്തുള്ള കണ്ണും വെള്ളോട കാലമുള്ളവൻ. അപ്പോൾ ഈ പറയുന്ന ആളിന്റെ ആ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുക. അപ്പൊ അഗ്നിജാലയ്ക്കത്തുള്ള കണ്ണ്, നമുക്ക് അങ്ങനെ കണ്ണൊന്നുമില്ല. എന്നാൽ തന്നെ നമ്മൾ എന്തൊക്കെയാ കാണുന്നത്? നമ്മൾ കാണാത്തതായിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത്രമാത്രം അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ള ഒരുവൻ നമ്മളെ കാണുമ്പോൾ നമ്മളെ അകമ്പുറം നമ്മളെ കാണും. നമുക്കറിയാം ഇന്നത്തെ എക്സ്റേ പല രീതിയിലുള്ള എക്സ്റേകളാണ്. ഇപ്പോൾ അമേരിക്കയിലൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ചെറിയ കൂട്ടിനകത്തോട്ട് കയറ്റി നിർത്തും. എന്നിട്ട് നമ്മുടെ ഹോൾ ബോഡി എക്സ്റേയാണ്.
അത് ചെയ്യരുത്, മനുഷ്യാവകാശ ലംഘനമാണെന്നൊക്കെ പറഞ്ഞ് ആ പ്രാരംഭ സമയങ്ങളിലൊക്കെ അനേകർ പറഞ്ഞു. എന്നാൽ അതൊന്നും ആരും ശ്രദ്ധിക്കാനാ? അമേരിക്ക പോലുള്ള രാജ്യത്ത് ടെററിസ്റ്റ് ആക്ടിവിറ്റി കുറയ്ക്കാനായിട്ട് അവർ ആ ഹോൾ ബോഡി ചെക്കപ്പാണ്, ഒരു എക്സ്റേയിൽ കൂടെ നമ്മളെ കടത്തി വിട്ടുന്നത്. അല്ലാതെ നമ്മളെ മറ്റേ എയർപോർട്ടിലൊക്കെ ചെയ്യുന്ന പോലെ ഇങ്ങനെ നമ്മളെ സ്കാൻ ചെയ്യുന്ന ആളുടെ അനുഭവമല്ല. അപ്പോൾ അത്രമാത്രം അത് പവർഫുൾ ആയിട്ടുള്ള ആ ഒരു സാഹചര്യം, സാമഗ്രികൾ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ എത്ര ശ്രേഷ്ഠകരമായുള്ള അനുഭവമാണ്. അവിടെ ഇന്ന് അച്ഛന് പറഞ്ഞത് നമ്മളെ ഓർപ്പിച്ചത്, നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേലും ഏറെയെന്ന് അറിയുന്നു. അപ്പോൾ ഇന്ന് നമ്മളെ നന്നായിട്ട് അറിയുന്ന ഒരു ദൈവമാണ്, നമ്മളെ മുഴുവനായിട്ട് ശോധന ചെയ്യുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നത് സകലതും നഗ്നവും മലർന്നവുമായിട്ടിരിക്കുന്നു. ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുമ്പോൾ ദൈവിക ആലോചന നമുക്ക്